ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലിവറേജ് ആണ് കേട്ടോ. ലിവറേജ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ള കുട്ടികൾ കേട്ടിട്ടുണ്ടാകുന്ന ഒരു ടോപ്പിക്കായിരിക്കും ലിവറേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു interconnected variables. എന്താ പറയുന്നത്? രണ്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള വാരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. അവ എന്ത് വാരിയബിൾസ് ആയിരിക്കും? അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഫിനാൻഷ്യൽ വാരിയബിൾസ് ആയിരിക്കും. എന്താണ്? ഫിനാൻഷ്യൽ വാരിയബിൾസ്. എന്ത് വാരിയബിൾസ് ആയിരിക്കും? ഫിനാൻഷ്യൽ വാരിയബിൾസ്. ഇതിന് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് പറയാനായിട്ട് പറ്റും? ഓക്കെ, എക്സാമ്പിൾസ് നമുക്ക് EPS, EBIT, ഇതൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. EPS എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർണിങ്സ് പെർ ഷെയർ. എന്താണ്? ഏർണിങ്സ് പെർ ഷെയർ. EBIT എന്താണ്? ഏർണിങ്സ് ബിഫോർ എന്താണ്? ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. എന്താ അത് ഉദ്ദേശിക്കുന്നത്? ടാക്സും ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കുന്നതിന് മുൻപ് എത്രത്തോളം ഏർണിങ്സ് ഉണ്ട് അതാണ് ഏർണിങ്സ് പെർ ഇൻട്രസ്റ്റ് ആൻഡ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. ഇനി ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷെയറിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഏർണിങ്സ്, അതിൻ്റെ ഒരു യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്? ഏർണിങ്സ് പെർ ഷെയർ എന്താണ്? ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ അതിനെയാണ് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. സോ ഇത് എന്തിൽ നിന്നാണ് കിട്ടുന്നത്? അതാണ് നെക്സ്റ്റ് പറയുന്നത്. കോസ്റ്റ്, റവന്യൂ, സെയിൽസ്, ഇങ്ങനത്തെ ഫാക്ടേഴ്സിൽ നിന്നാണ് ഈ ലിവറേജ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത്. ഓക്കെ, ഇനി എത്ര ടൈപ്പ് ലിവറേജസ് ഉണ്ടെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓപ്പറേറ്റിംഗ് ലിവറേജ്. രണ്ടാമത്തത് എന്താണ്? ഫിനാൻഷ്യൽ ലിവറേജ്. എന്താണ്? ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? കമ്പൈൻഡ് ലിവറേജ്. കമ്പൈൻഡ് ലിവറേജിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ഓപ്പറേറ്റിംഗ് ലിവറേജും ഉണ്ടാവും, ഫിനാൻഷ്യൽ ലിവറേജും. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ലിവറേജാണ് കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ, മൂന്ന് ടൈപ്പ് ലിവറേജസ് കിട്ടിയിട്ടില്ലേ? ഓപ്പറേറ്റിംഗ്, ഫൈനാൻഷ്യൽ, കമ്പൈൻഡ്. ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ നോക്കാം. കോൺട്രിബ്യൂഷൻ ബൈ EBIT. എന്താണ്? കോൺട്രിബ്യൂഷൻ ബൈ EBIT. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിൽസ് നിന്ന് നോക്കാം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ എന്ത് പറയാം? സെയിൽസ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ കോൺട്രിബ്യൂഷൻ. വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ പിന്നെന്താ ഉണ്ടാവുക? ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ സെയിൽസ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ,
അതായത് ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ കോസ്റ്റ് ഓപ്ഷണൽ അല്ല. അതായത് ഇത് മസ്റ്റായിട്ടും പേ ചെയ്യേണ്ട എമൗണ്ടാണ്. അതും സെയിൽസും ഈ പൈസ എങ്ങനെയായാലും വേണം, അങ്ങനത്തെ ഒരു എമൗണ്ടാണ് കോൺട്രിബ്യൂഷൻ. വാരിയബിൾ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഫിക്സഡ് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ സെയിൽസ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. ഇനി ഫൈനാൻഷ്യൽ ലിവറേജ്. ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഫോർമുല? EBIT ബൈ EBT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബൈ ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഇനി കമ്പൈൻഡ് ലിവറേജ് വരുമ്പോൾ വളരെ സിമ്പിളാട്ടോ. ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലായ ഇതും വെട്ടിപ്പോയി. പിന്നെ ഉള്ളത് എന്താ? കോൺട്രിബ്യൂഷൻ ബൈ EBT. അതാണ് കോൺട്രിബ്യൂഷൻ ബൈ EBT.